നമസ്കാരം. +1 ഫിസിക്സിലെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൂന്നാമത്തെ ചാപ്റ്ററായ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചാപ്റ്ററിൽ ഇക്വേഷൻസ് ഫോർ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ എന്താണെന്ന് നോക്കാം. യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ അല്ലെങ്കിൽ യൂണിഫോം ആക്സിലറേഷൻ എന്നത് എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയതാണ്. അതായത് if the velocity of a body changes equally in equal interval of time, then the motion is said to be uniformly accelerated motion. അതായത് ബോഡിയുടെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നു. എങ്ങനെ? ഈക്വൽ ചേഞ്ച് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. ഒരേ സമയത്തിനുള്ളിൽ, ഒരേ ടൈം ഇൻ്റർവലിനുള്ളിൽ ഒരേ ചേഞ്ച്. നമ്മൾ യൂണിഫോം മോഷനിൽ മനസ്സിലാക്കിയല്ലോ. ഈക്വൽ ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം, അത് യൂണിഫോം മോഷൻ. വെലോസിറ്റി അതേ രീതിയിൽ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. ദാറ്റ് മീൻസ് ആക്സിലറേഷൻ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഇൻ യൂണിഫോം മോഷൻ വെലോസിറ്റി റിമെയിൻസ് കോൺസ്റ്റൻറ്റ് and in uniformly accelerated motion acceleration remains constant. Now we'll derive equations of uniformly accelerated motion. First equation, velocity time relation ആണ്. We'll start with the definition of acceleration. A equal to v minus u divided by t. നമ്മൾ പഠിച്ച റിലേഷൻ ആണിത്. Then cross multiply this equation. You'll get v minus u equal to at. Cross multiply, okay, a into t equal to v minus u. So v minus u equal to at, or v equal to u plus at. v എന്താണെന്ന് നമുക്കറിയാം. v final velocity, u initial velocity, a acceleration and t time. അപ്പോൾ ഈ ഒരു റിലേഷൻ v equal to u plus at gives you the velocity of the body after a particular interval of time. അതായത് ഇനീഷ്യൽ വെലോസിറ്റി നമുക്കറിയാമെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ആക്സിലറേഷനും തന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സമയത്തിന് ശേഷം ബോഡിയുടെ ഫൈനൽ വെലോസിറ്റി എന്തായിരിക്കും എന്ന് നമുക്ക് ഈ റിലേഷൻ ഉപയോഗിച്ചിട്ട് കണ്ടെത്താം. ആൻഡ് ദിസ് ഇക്വേഷൻ ഇസ് നോൺ ആസ് വെലോസിറ്റി ടൈം റിലേഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. രണ്ടാമത്തെ ഇക്വേഷൻ നോക്കാം. രണ്ടാമത്തേത് പൊസിഷൻ ടൈം റിലേഷൻ ഓർ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം റിലേഷൻ. രണ്ട് രീതിയിലും പറയാറുണ്ട്, പൊസിഷൻ ടൈം ഓർ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം റിലേഷൻ. ഈ ഒരു റിലേഷൻ നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്നാണ് ഡിറൈവ് ചെയ്യുന്നത്. സി ദ വെലോസിറ്റി ടൈം ഗ്രാഫ്. നമുക്കറിയാം ടൈം അലോങ് എക്സ് ആക്സിസ് ആൻഡ് വെലോസിറ്റി അലോങ് വൈ ആക്സിസ്. ഇത് വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന ഇവിടെ നമുക്ക് കിട്ടിയത് സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ പോസിറ്റീവ് സ്ലോപ്പ്. ഓക്കെ, എ ഡി ആണ് നമുക്ക് കിട്ടിയ ഗ്രാഫ്. ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ പോസിറ്റീവ് സ്ലോപ്പ്. അപ്പോൾ നമുക്കറിയാം ഇത് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ്റെ കേസിലുള്ള വെലോസിറ്റി ടൈം ഗ്രാഫാണ്. ഈ ഗ്രാഫിൽ നിന്ന് എങ്ങനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കാണുക? ഡിസ്പ്ലേസ്മെൻറ്റ് ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ്. മുമ്പ് നമ്മൾ കണ്ടതാണിത്. ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഗിവൺ ബൈ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ്. അപ്പോൾ എ ഡി ആണ് നമ്മുടെ ഗ്രാഫ്. എ ഡിക്ക് താഴെയുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഏത് ഏരിയ വരിക? എ ഡി ഇതാണ് ലൈൻ. അതിൻ്റെ താഴെയുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിളും ഉൾപ്പെടും, അതുപോലെ തന്നെ ഈ ഒരു റെക്റ്റാങ്കിളും ഉൾപ്പെടും, അല്ലേ? ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ പ്ലസ് ഏരിയ ഓഫ് ദിസ് റെക്റ്റാങ്കിൾ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ നമ്മളതാണ് ചെയ്യുന്നത്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ഡിനോട്ടഡ് ബൈ എസ് equal to area of triangle ABC plus area of rectangle OABC. ABD ആണ് അല്ലേ? ട്രയാങ്കിൾ ABD ആണിത്. ഏരിയ ഓഫ് ട്രയാങ്കിൾ ABD പ്ലസ് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ OABC. ക്ലിയർ ആണല്ലോ? ABD എന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ പ്ലസ് OABC എന്ന റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. കൺഫ്യൂഷൻ വേണ്ട. ABD. അപ്പോൾ എങ്ങനെയാണ് നമ്മളിത് കണ്ടുപിടിക്കാൻ നോക്കാം. ഏരിയ കണ്ടുപിടിക്കുന്നതൊക്കെ അറിയാം.
ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് ബി എച്ച് ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് എ ബിയുടെ ലെങ്ത് ഇൻറ്റു ഹൈറ്റ് ബി ഡിയുടെ ലെങ്ത്. സോ ഹാഫ് എ ബി ഇൻറ്റു ബി ഡി പ്ലസ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ നമുക്കറിയാമല്ലോ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. സോ ഒ എ ഇൻറ്റു ഒ സി അല്ലേ. ഒ എ ബ്രെഡ്ത്ത് ആണ്, ഒ സി ലെങ്ത് ആണ്. ഒ എ ഇൻറ്റു ഒ സി. ഇനി നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നോക്കൂ എന്താ കിട്ടാൻ നോക്കൂ. ഹാഫ് ഇൻറ്റു എ ബിക്ക് പകരം ഈ ലെങ്ത് അല്ലേ എ ബി, എ മുതൽ ബി വരെയുള്ള ലെങ്ത് എന്ന് പറഞ്ഞാൽ 0 to t. ഈ ഒരു ടൈം ഇൻ്റർവലാണ് എന്ന് വെച്ചാൽ t - 0 എന്ന് എടുക്കാമല്ലോ. അപ്പോൾ ടി ഈ ടൈം ഇൻ്റർവൽ ടി ഇൻറ്റു ബി ഡി. ബി ഡിയുടെ ലെങ്ത് എന്താ വരിക? ബി ഇതാണ് വി. ഓക്കെ, ഡിയുടെ വാല്യൂ വി ആണ്, ബിയുടെ വാല്യൂ യു ആണ്. അപ്പോൾ ബി ഡി എന്ന ലെങ്ത് ഇറ്റ് ഈസ് വി മൈനസ് യു. ഓക്കെ, v minus u. So half t into v minus u plus OA. OA ഫിഗറിൽ നിന്ന് ക്ലിയർ ആണല്ലോ. OA is u. OC t. So half t into v minus u plus ut എന്ന് കിട്ടും. ഇനി v minus u നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. a equal to v minus u by t എന്നുള്ള ഇക്വേഷൻ നമുക്കുണ്ട്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വി മൈനസ് യു ഈക്വൽ ടു എ ടി എന്ന് കിട്ടും. ഓക്കെ, വി മൈനസ് യു ഈക്വൽ ടു എ ടി. സോ ഹാഫ് ടി ഇൻറ്റു എ ടി പ്ലസ് യു ടി, ഓർ ഇക്വേഷൻ ക്യാൻ ബി റിട്ടൺ ആസ് എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. Okay, this is known as the displacement time relation for uniformly accelerated motion. Displacement time relation അല്ലെങ്കിൽ പൊസിഷൻ ടൈം റിലേഷൻ എന്ന് പറയാം. അപ്പോൾ എസ്സിന് പകരം നമുക്ക് വേണമെങ്കിൽ എക്സ് ഉപയോഗിക്കാം. എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ നൊട്ടേഷൻ, അത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ എസ് ഇസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്, യു ഇസ് ദ ഇനീഷ്യൽ വെലോസിറ്റി, ടി ടൈം, എ acceleration. So we have obtained the displacement from velocity time graph. Velocity time graphil നിന്ന് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിച്ചു. എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ബൈ ഫൈൻഡിങ് ഔട്ട് ഏരിയ അണ്ടർ വി ടി ഗ്രാഫ്. വി ടി ഗ്രാഫിൻ്റെ താഴെയുള്ള ഏരിയ ദാറ്റ് ഗിവ്സ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടൻറ്റ് റിലേഷൻ. നന്നായിട്ട് ഈ ഒരു ഡെറിവേഷൻ പഠിക്കുക, എഴുതി പഠിക്കണം. ഫിസിക്സിലുള്ള ഡെറിവേഷൻസ് ഇക്വേഷൻസൊക്കെ എഴുതി വേണം പഠിക്കാൻ. വെറുതെ വായിച്ച് പഠിച്ചുകൊണ്ട് കാര്യമില്ല, എഴുതി പഠിക്കുക ഇക്വേഷന്. ഇനി മൂന്നാമത്തെ ഇക്വേഷൻ നോക്കാം. ഇറ്റ് ഇസ് നോൺ ആസ് വെലോസിറ്റി പൊസിഷൻ റിലേഷൻ. സോ വിൽ സ്റ്റാർട്ട് വിത്ത് ദ സെക്കൻഡ് ഇക്വേഷൻ. എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ദാറ്റ് ഇസ് എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എക്ക് പകരം v minus u by t substitute ചെയ്യാം. So half v minus u by t into t square. That is ut plus half v minus u. ഇവിടെ ഒരു താഴെ ടി ഉണ്ട്, മേലത്തെ ടി സ്ക്വയർ ഒന്ന് ക്യാൻസൽ ആവും. v minus u into t എന്ന് കിട്ടും. That is s equal to ut plus half vt minus half ut. ബ്രാക്കറ്റ് റിമൂവ് ചെയ്ത് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ. ഇനി യു ടി മൈനസ് ഹാഫ് യു ടി ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഹാഫ് യു ടി അല്ലേ. യു ടി ഇത്രയൊന്നും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. അത്യാവശ്യമുള്ള സ്റ്റെപ്സ് മാത്രമേ എക്സാമിനൊക്കെ ചോദിച്ചാൽ എഴുതേണ്ടതുള്ളൂ. ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എല്ലാ സ്റ്റെപ്സും ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ യു ടി മൈനസ് ഹാഫ് യു ടി ഒരുമിച്ചെടുത്തു, പ്ലസ് ഹാഫ് വി ടി, ഓർ എസ് ഈക്വൽ ടു യു ടി മൈനസ് ഹാഫ് യു ടി എന്ന് പറഞ്ഞാൽ ഹാഫ് യു ടി കിട്ടും അല്ലേ. യു ടി പുറത്തേക്ക് എടുത്തിട്ട് യു ടി ഇൻറ്റു 1 മൈനസ് ഹാഫ് എന്നല്ലേ ഇവിടെ വരിക. അപ്പോൾ 1 മൈനസ് ഹാഫാണ് ഹാഫ്. സോ ഹാഫ് യു ടി പ്ലസ് ഹാഫ് വി ടി. അത് നമുക്ക് ഒരുമിച്ച് എഴുതാം. ഹാഫ് ഇൻറ്റു യു പ്ലസ് വി ഇൻറ്റു ടി. ഓക്കെ, ഓർ എസ് ഈക്വൽ ടു ഹാഫ് വി പ്ലസ് യു. യു പ്ലസ് വി എന്നുള്ളത് ഞാൻ സൗകര്യത്തിന് വേണ്ടി വി പ്ലസ് യു എന്ന് എഴുതിയതാണ്. സോ വി പ്ലസ് യു ഇൻറ്റു ടിക്ക് പകരം വി മൈനസ് യു ബൈ എ. അഗൈൻ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തത്. ടി ഈക്വൽ ടു വി മൈനസ് യു ബൈ എ. സോ ഹാഫ് ഇൻറ്റു
v plus u into v minus u can be written as v square minus u square. കാരണം എ പ്ലസ് ബീൻ്റെ എ മൈനസ് ബി നമുക്ക് എങ്ങനെ എഴുതാം? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് എഴുതാമല്ലോ. അപ്പോൾ ഹാഫ് ഇൻറ്റു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ എ എന്ന് കിട്ടും. ദറ്റ് ഈസ് 2as ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 2as ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഓർ v square equal to u square plus 2as. This equation is known as velocity position relation. v square equal to u square plus 2as. Okay, velocity position relation. ഇപ്പോൾ പഠിച്ച 3 ഇക്വേഷൻസ് ഒരുമിച്ചൊന്ന് നോക്കാം. v equal to u plus at, this is velocity time relation. s equal to ut plus half at square, this is position time relation. And v square equal to u square plus 2as, velocity position relation. ഇത് മൂന്നാണ് ഇക്വേഷൻസ് ഓഫ് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ദീസ് 3 ആർ നോൺ ആസ് ഇക്വേഷൻസ് ഓഫ് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 ഇക്വേഷൻസും ഡെറൈവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് എല്ലാ ഡെറിവേഷൻസും കൃത്യമായി എഴുതി പഠിക്കുക. അപ്പോൾ ഇന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എല്ലാ കാര്യങ്ങളും എഴുതി തന്നെ പഠിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതാണ്. താങ്ക് യു.